ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഫാനില്ലാണ്ട് കഥ പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഫാൻ ഓൺ ചെയ്ത് വെച്ചിട്ട് ഫാൻ ഇട്ടിട്ട് നിങ്ങളോട് സംസാരിച്ചാലുണ്ടല്ലോ, ഫാനിൻ്റെ ഒച്ചപ്പാടിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ നേരെ ഒത്തിരി ലേറ്റായി. 10 മണി കഴിഞ്ഞ് 10 മണിയോ 10:15 ആയി. ഇന്ന് ലൈവിൻ്റെ കാര്യം സംശയമാണ്. അല്ലെങ്കിൽ നമ്മൾ 10 മണി 10:30 മണിക്കൊക്കെ ലൈവ് വരുന്നതാണ്. മിക്കവാറും ഇന്ന് ലൈവ് കാണില്ലെന്നാണ് തോന്നണത്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കൊണ്ടാക്കിയിട്ട് വന്നതേ ഉള്ളൂ. രണ്ടാളെ ഇപ്പം കൊണ്ടാക്കിയിട്ട് വന്നുടനെയാണ് ഞാൻ ഫോൺ എടുത്ത് നിങ്ങളുടെ മുന്നിലെത്തിയത്. നമ്മൾ നിത്യവും വീഡിയോ ഇടുന്നതാണ്. എന്തെങ്കിലുമൊക്കെ എൻ്റേതായ അന്നെന്നുള്ള വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പം അതുപോലെ ഇന്ന് ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് കൃത്യസമയത്തൊന്നുമല്ല നമ്മൾ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അതിൻ്റേതായ പോരായ്മകൾ നമുക്കുണ്ട് കേട്ടോ, അതിൻ്റേതായ പോരായ്മകളും ഉണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതാദ്യമേ പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമുക്ക് 9,000 സബ്സ്ക്രൈബറും 9,000 ഫാമിലി നമ്മളെ ചാനലിലോട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമുക്ക് വേണം വേണം, കൂടിയേ പറ്റുള്ളൂ കേട്ടോ. ഇന്നലെ ഞാൻ രാത്രി നോക്കുമ്പോണ്ടല്ലോ, രാത്രി 10 മണി എപ്പോഴാണ് കറക്റ്റ് സമയം ഓർക്കുന്നില്ല. രാത്രി ഞാൻ വെറുതെ എടുത്ത് നോക്കിയപ്പോണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് 9,000 കണ്ട്. ആ സന്തോഷത്തിൽ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി നമ്മുടെ വീഡിയോയിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തു. പക്ഷേ അതിലാരും വലുതായിട്ട് റിപ്ലൈയും കാര്യങ്ങളൊന്നും തന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണ്ട. നമ്മുടെ അടുത്തുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്, ഇഷ്ടക്കുറവ് കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെ വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു ഷോർട്ട് ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് 1-2 പേരെ കമൻ്റ് ഇട്ട് ഞങ്ങളാരും കണ്ടില്ല, സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇനിയും നിങ്ങളുടെ ഇഷ്ട സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഞാനൊരാൾ വിചാരിച്ചിട്ടല്ല. നിങ്ങൾ 9 എവിടെയൊക്കെയോ ഏതൊക്കെയോ സ്ഥലത്തിരുന്ന് നിങ്ങൾ 9,000 പേര് നമ്മളെ കൂട്ടായിട്ട് കിട്ടിയില്ലേ. 9,000 ആൾക്കാരൊക്കെ നമുക്ക് കൂട്ടായിട്ട് കിട്ടണം എന്ന് പറയുമ്പോൾ ചില്ലറ കേസൊന്നുമല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഇത് തന്നെയാണ്. ഞാനൊക്കെ ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ എത്തുന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. ഒരു പ്രതീക്ഷയില്ലാതൊക്കെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നു. ഒരു പ്രതീക്ഷയൊക്കെ ഇല്ലാതെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. പക്ഷേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ട് നമ്മൾ ഇത്രയും വരെ എത്തി. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോണ കാര്യം പറഞ്ഞിരുന്നു. മെനഞ്ഞാന്ന് 2 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്ക് തന്നെയാണ്. അപ്പോൾ മെനഞ്ഞാന്നും പോയപ്പോഴത്തേക്ക് പറ്റിയില്ല. ഇന്നലെ പോയി നമ്മൾ ബ്ലഡൊക്കെ എടുത്ത് തൈറോയിഡും സംഭവം അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. കൊളസ്ട്രോൾ എപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്താലും കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് റിസൾട്ട് കിട്ടി. വേറെ പ്രോബ്ലങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ബിപിയും ഷുഗറും ഒക്കെ നോർമലാണ്. എനിക്ക് തൈറോയ്ഡ് ഒരു പേടിയുണ്ടായിരുന്നു. നമ്മുടെ ഈ കഴുത്ത് വലുതായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പേടിയും ബുദ്ധിമുട്ടും കൊണ്ടൊക്കെ ആയിരുന്നു. പക്ഷേ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കൗണ്ടൊക്കെ നോക്കി അതുമൊക്കെ നോർമലാണ്. കൊളസ്ട്രോൾ കൂടി നിൽക്കുകയാണ് കേട്ടോ. അത് എപ്പം നോക്കിയാലും അതൊരു സംഭവം കൂടി നിൽക്കുകയാണ്. നമ്മളൊന്നും വലിയ വണ്ണവും കാര്യമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അതിന് പൊരിച്ചതൊക്കെ നിത്യവും 6 നാൾ മുതലേ എണ്ണയിൽ വറുത്തത് കഴിക്കുക. അല്ല, ഞാൻ മധുരമൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. മധുരമൊന്നും ഞാൻ ഓവറായിട്ട് കഴിക്കാറേ ഇല്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മൾ വറുത്ത മീനൊക്കെ കഴിക്കും കേട്ടോ. വറുത്ത മീൻ, ചിക്കൻ വറുത്തത്, വറുത്ത മീൻ, ഇത് രണ്ടും, പിന്നെ കരുവാട്, അങ്ങനെയൊക്കെ. അല്ലാതെ സ്നാക്സ് ആയിട്ടുള്ള സംഭവം കടല, കപ്പലണ്ടി, മിഠായി അങ്ങനത്തെ ഒക്കെ കഴിക്കും. അങ്ങനെ കിട്ടിയേ പറ്റുള്ളൂ, ഓവറായിട്ട് കഴിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഇനി വറുത്ത മീനെ കഴിക്കണമുണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്. എന്തായാലും കൊളസ്ട്രോൾ ഓവറാണ്, കണക്കിനേക്കാളും കവിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടറെ കാണിച്ചപ്പം ഇടയ്ക്കൊക്കെ എപ്പോൾ നോക്കിയാലും അത് കൂടി നിൽക്കും, ഞാൻ കാര്യമാക്കില്ല. ഇന്നിപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ കണ്ടിന്യൂ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട്, കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഗുളിക കഴിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് പണ്ടെങ്ങാണ്ട് ഒരു 4-5 വർഷത്തേക്ക് മുന്നേ നമ്മൾ ഈ ജോലി ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെയാണ് വയ്യായിക പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ഈ നിൽക്കണ നിലയിൽ നമ്മൾ നല്ല സ്മാർട്ടായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കണം. പിറ്റേന്ന് നമുക്ക് കിടന്നിട്ടൊക്കെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യമൊക്കെയാണ് കേട്ടോ. ഭയങ്കര ബോഡി പെയിനും കാര്യമൊക്കെയാണ്. നിൽക്കണ നിലയ്ക്കാണ് നിറം മാറുന്നത്. നല്ല നോർമലായിട്ടിരിക്കുന്നത് ഞാനായിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ഇത്തിരി കിടന്നിട്ടൊക്കെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോഡി പെയിനും കാര്യമൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇങ്ങനത്തെ കുഴപ്പമൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ബോഡി പെയിനും കാര്യമൊക്കെ വരുന്നത്. പിന്നെ നെഞ്ചിടിപ്പൊക്കെ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ.
നെഞ്ചെടുപ്പും കാര്യമൊക്കെ നമ്മളതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എനിക്കിനി ഇപ്പോഴൊക്കെയാണ് ഞാനതൊക്കെ ഇപ്പോഴൊക്കെയാണ് അത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. മുമ്പ് നമുക്ക് അങ്ങനത്തെ ഒരു ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗുളിക എഴുതി തന്നിട്ടുണ്ട്. ഗുളിക കഴിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഗുളിക കഴിച്ചാൽ പിന്നെ നമ്മളത് കഴിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു 4-5 വർഷത്തേക്ക് മുന്നേ നമുക്കിങ്ങനെ BP ലോയും കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും കേട്ടോ. കൂടിയും കുറഞ്ഞും ഒക്കെ ചില സമയത്തൊക്കെ നോക്കുമ്പോൾ ആകെ കുറവേ ലോയായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു 4-5 വർഷത്തേക്ക് മുമ്പ് നമുക്ക് ഡ്യൂട്ടി സമയത്ത് ഇതുപോലെ വയ്യാണ്ടൊക്കെ ആയിക്കൊണ്ട് പോയപ്പോഴത്തേക്ക് ഭയങ്കര BP കൂടുതലാണെന്നും പറഞ്ഞിട്ടൊക്കെ അന്ന് നമുക്ക് BPയുടെ ഗുളിക നിത്യവും കഴിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു കേട്ടോ. കണ്ടിന്യൂ കഴിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ എഴുതി തന്നു. പക്ഷേ ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ കഴിച്ചില്ല, വാങ്ങിയതുമില്ല, കഴിച്ചതുമില്ല. പക്ഷെ അത് കഴിക്കേണ്ടി വന്നില്ല. നമുക്കിപ്പോൾ അത് കൂടിയും കുറഞ്ഞും അങ്ങനെ അങ്ങ് പോകുന്നു കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ഇപ്പോഴും കൊളസ്ട്രോളിൻ്റെ ഗുളിക എഴുതി തന്നു. ഞാൻ എന്ത് ചെയ്യട്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരെണ്ണം വെച്ച് കഴിക്കാൻ പറഞ്ഞു. കഴിക്കണോ വേണ്ടേന്ന്. കഴിച്ചാൽ പിന്നെ നമുക്കത് ഒഴിവാക്കാനും പറ്റില്ല. എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ഗുളികയൊക്കെ വാങ്ങിച്ച് വെച്ച് കൊണ്ടുവന്നിരിക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല. നിറച്ച് വെള്ളം കുടിക്കുമ്പോൾ ഞാനൊക്കെ പൊതുവെ വെള്ളം കുടി കുറവാണ് കേട്ടോ. വെള്ളം കുടിയൊക്കെ കുറവാണ്. നിറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഡോക്ടർ ചിലപ്പം കൊളസ്ട്രോളിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നറിഞ്ഞിട്ട് എനിക്ക് കഴുത്തിന് വലിവ് വരണം. അവർക്കൊരു സംശയമാണ്. എന്തായാലും ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. എൻ്റെ അന്നെന്നുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് വന്ന് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാനും എൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നിത്യവും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഇപ്പോൾ തന്നെ സമയം ഒത്തിരിയായി. ഫാനിൻ്റെ കാറ്റില്ലാണ്ട് ഞാൻ കഷ്ടപ്പെട്ട് വിഷമിച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മക്കളെ കൊണ്ടാക്കിയിട്ട് വന്ന ആ ധൃതിയിലാണ് ഓടി വന്ന വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. മിക്കവാറും ലൈവ് കാണില്ല കേട്ടോ. ഇപ്പോൾ തന്നെ 10:15 മണിയായി. മിക്കവാറും ലൈവ് കാണില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ കാണുക, കേൾക്കുക.